ഹലോ ലൈഫ് ഓഫ് ഡോർ ആൻഡ് ഫ്രണ്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു യൂട്യൂബ് ടിപ്പുമായിട്ടാണ്. നമ്മൾ മിക്കവരും കേൾക്കുന്ന ഒരു വാക്കാണ് കോപ്പിറൈറ്റ് ക്ലെയിം. എന്താണ് കോപ്പിറൈറ്റ് ക്ലെയിം എന്നുള്ളതും അതെങ്ങനെ എത്രയും വേഗം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മിക്കവർക്കും നമ്മൾ യൂട്യൂബിൽ നല്ല അടിപൊളി വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസിന് ഒരു നല്ല എന്താ പറയുക ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മിക്കവരും മ്യൂസിക്കൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇപ്പം നമ്മൾ ഒരു യൂട്യൂബിൽ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് മിക്കതും ആപ്സൊക്കെ യൂസ് ചെയ്തിട്ട് ആണല്ലോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആപ്സൊക്കെ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മ്യൂസിക് ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യും ആ വീഡിയോക്കകത്ത്. അപ്പം നല്ല അടിപൊളി മ്യൂസിക്കൊക്കെ ആയിരിക്കും. അതൊക്കെ ആഡ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ മെസ്സേജ് കാണിക്കും, നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്, കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണിക്കും. അപ്പോൾ ഈ മെസ്സേജ് മിക്കവർക്കും അത് കാണത്തില്ല, അല്ലെങ്കിൽ മിക്കവരും അത് ശ്രദ്ധിക്കത്തില്ല. അത് എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലാവത്തില്ലായിരിക്കും. ഇത് കിട്ടിയോന്നൊന്നും നമുക്കറിയത്തില്ലായിരിക്കും. ഇത് ഈ ഒരു പ്രശ്നം വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കോപ്പിറൈറ്റ് ക്ലെയിംസും കോപ്പിറൈറ്റ് സ്ട്രൈക്കും അതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എന്താവും, മോണിറ്റൈസ് ആവത്തില്ല. അത് മാത്രമല്ല, നമ്മുടെ ചാനലിൽ ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടാവുമ്പോൾ നമ്മുടെ വീഡിയോ അത് യൂട്യൂബിൽ മൂവ് ആവത്തില്ല, അല്ലെങ്കിൽ റീച്ച് കിട്ടത്തില്ല ആ വീഡിയോക്ക്. അതിന് വ്യൂസൊക്കെ ഓട്ടോമാറ്റിക്കലി കുറയും. മീൻസ് യൂട്യൂബ് അത് സജസ്റ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇത് ആദ്യമേ നമ്മളത് മനസ്സിലാക്കണം. അത് എങ്ങനെയാണ് കോപ്പിറൈറ്റ് ക്ലെയിം എങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുക എന്നുള്ളത് നമ്മൾ ആദ്യം അറിയുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോം ബ്രൗസർ തുറന്നിട്ട് അതിനകത്ത് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക. യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് എപ്പോഴത്തെ പോലെ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡിൽ അതിനകത്ത് എല്ലാ സാധനങ്ങളും എല്ലാം എന്ന് വെച്ചാൽ വീഡിയോ, പിന്നെ അനലിറ്റിക്സ്, കമൻറ്റ്സ്, പിന്നെ അങ്ങനെയുള്ള സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വീഡിയോസ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മുകളിൽ ഈ ഓരോന്നായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. വീഡിയോസിൻ്റെ പേര്, പബ്ലിഷ് ചെയ്ത ഡേറ്റ്, അത് പബ്ലിക്കാണോ പ്രൈവറ്റ് ആണോ ചെയ്തിരിക്കുന്നത്, പിന്നെ അവിടെ ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ഭാഗം കണ്ടില്ലേ. ആ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നിടത്താണ് ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്കൊന്നുകിൽ ഇങ്ങനെ അത് സ്ക്രോൾ ചെയ്ത് നോക്കാൻ പറ്റും. ഇനി അതല്ല വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒറ്റയടിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ള വീഡിയോസ് ഒന്നിൽ കൂടുതൽ നമ്മുടെ ചാനലിനകത്ത് ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഫസ്റ്റിലത്തെ ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ആ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിലുള്ള ഇതൊക്കെ സെലക്ട് ആവും. ഈ എല്ലാ വീഡിയോസും, ഒരു പേജിലുള്ള എല്ലാ വീഡിയോസും സെലക്ട് ആവും. അപ്പം അങ്ങനെ സെലക്ട് ആക്കിയതിന് ശേഷം നമ്മൾ എഡിറ്റ് എന്നുള്ള ഇതിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം കോപ്പിറൈറ്റ്, ടൈറ്റിൽ, ടാഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതിൽ കോപ്പിറൈറ്റ് ക്ലെയിം എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചാനലിൽ എത്ര വീഡിയോസ് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് എടുക്കുക. ഓക്കെ, അപ്പം നമുക്കത് മനസ്സിലായല്ലോ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാനലിലുള്ള വീഡിയോക്ക് എന്തുകൊണ്ടാണ് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയതെന്ന് നമുക്കറിയണം. അപ്പം അതെന്ത് ചെയ്യുക, നമ്മൾ ആ വീഡിയോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കാൻ പറ്റും. നമ്മൾ മോണിറ്റൈസേഷൻ്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ അവിടെ മോണിറ്റൈസേഷൻ ഓൺ ഓഫ് എന്നുള്ള ഒരു ബട്ടണിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും എന്ത് ഇന്നെലിജിബിളാണ് മോണിറ്റൈസേഷൻ എന്നുള്ള കാര്യം. അത് എന്തുകൊണ്ടാണ് ഇന്നെലിജിബിൾ എന്നുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ടാവും. മ്യൂസിക്കാണ് അതിൻ്റെ പ്രശ്നം. അപ്പം അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവിടെ ഓപ്ഷൻ ഉണ്ടാവും. ഒന്നുകിൽ സോങ് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ സോങ് മ്യൂട്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്നുകിൽ അത് മ്യൂട്ട് ചെയ്ത് വെക്കുക. പക്ഷേ മ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എന്താ പറയുക ആ വീഡിയോൻ്റെ ആ രസം അങ്ങ് പോയി അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് പകരമായിട്ട് നമുക്കൊരു സോങ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
പുതിയൊരു സോങ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു നമ്മുടെ യൂട്യൂബിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സോങ്സ് അവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓഡിയോ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തിടുക. എന്നിട്ട് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഏതാണോ അത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോക്കകത്ത് നമ്മൾ ഏത് ആപ്പ് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ആ ആപ്പിനകത്ത് അവിടെ മ്യൂസിക് ആഡ് ചെയ്യാവുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെയുള്ള മ്യൂസിക്കുകൾ കൊണ്ടുവന്ന് ചേർക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യും, കോപ്പിറൈറ്റ് ക്ലെയിംസ് ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇനി ഇവിടം മുതൽ ഇവിടം വരെ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു ബാർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് എത്ര മിനിറ്റ് മുതൽ എത്ര മിനിറ്റ് വരെയാണ്. ചിലപ്പോൾ അത് ഫുൾ സോങ് ആയിരിക്കും, ചിലപ്പോൾ പകുതി ഭാഗമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഒരു ഫുൾ ലെങ്ത്, ഈ വീഡിയോയുടെ ഫുൾ ലെങ്ത് ഉള്ളതും ക്ലെയിം കിട്ടിയ സാധനമാണെങ്കിൽ നമുക്ക് ആ ഫുൾ സോങ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. വീഡിയോയിലുള്ള മുഴുവൻ സോങ്ങും നമ്മൾ റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ പകരം വേറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അവിടെയുള്ള ഭാഗം മാത്രം, കുറച്ച് ഭാഗം മാത്രമേ ചെയ്യാനുണ്ടാവുള്ളായിരിക്കും. അപ്പോൾ ആ ഒരു സോങ്ങിന് കറക്റ്റായിട്ടുള്ള ഒരു സോങ് നമുക്ക് ഈ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സോങ് നമുക്കതിന് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് യൂട്യൂബിൽ കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്ന സാധനം നമുക്ക് റിമൂവ് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ട് ആ കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലാണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ നമ്മുടെ യൂട്യൂബിലുള്ള ലൈബ്രറിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ആ സോങ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യവും കൂടി. അപ്പോൾ അത് നമ്മൾ യൂട്യൂബ് ലൈബ്രറിയിൽ കയറിയതിന് ശേഷം അവിടെ ആ ഒരു ഐക്കൺ, അവിടെ യൂട്യൂബിൻ്റെ ഈ ഇതുപോലെ തന്നെ ക്രോം ബ്രൗസറിൽ ഇതവിടെ ഏറ്റവും ലാസ്റ്റിലുള്ള അവിടെ ലൈബ്രറി എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സോങ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഈ ഐക്കൺ ഇവിടെ ഇതിൽ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലാപ്പിൽ ഏതിലാണോ നമ്മൾ ചെയ്യുന്നത് അതിനകത്തേക്ക് ഈ സോങ് അവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് സമയം ഉണ്ടാകുമ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക നമുക്ക് ഇഷ്ടമുള്ള സോങ്. ഇവിടെ പ്ലേ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ അത് ഏതാ സോങ് എന്നുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിടാം. അത് ഡൗൺലോഡ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഏതിലാണോ എഡിറ്റ് ചെയ്യുന്നത് ആ വീഡിയോക്കകത്തേക്ക് നമുക്ക് ഈ സോങ്സ് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് പിന്നെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, മിക്ക മ്യൂസിക്സും നമ്മൾ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പല വീഡിയോസ്, കുക്കിംഗ് വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മ്യൂസിക് കൂടുതൽ യൂസ് ചെയ്യുന്നവർ ഇങ്ങനെയുള്ളൊരു രീതി പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഈ കോപ്പിറൈറ്റ് ക്ലെയിം എന്നുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. ഇത് ഒരുപാട് വീഡിയോസിന് കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് നീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, നമുക്കത് മടിവാകും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും ഇതുപോലെ ക്ലെയിംസ് ഒക്കെ വരണുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് വേഗം റീപ്ലേസ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ കുറേ വീഡിയോസ് ഇനിയും ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ വീഡിയോസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ അറിയാണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നമുക്ക് മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ ആണ്. ഇനി ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു. രണ്ടുപേരും അപ്പുറം ഒരേ സമയത്ത് ചെയ്യരുത്. ദയവ് ചെയ്ത് 1, 2, 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലും മറക്കാണ്ട് നിങ്ങൾ അടുത്ത് വന്ന് ഒന്നിച്ച് നമുക്ക് മുന്നേറാം. ധൈര്യത്തോടെ ഒന്നിച്ച് മുന്നേറിയിട്ട് നമുക്ക് വിജയികളാവാം. ഓക്കെ, അപ്പോൾ ബൈ.